With the spirit of St. Terence of Lisieux, we echo the word of God to every corner of the world. ക്രിസ്തുവിലുള്ള പ്രിയ സഹോദരങ്ങളെ സഹോദരിമാരെ, നമ്മുടെ ഉള്ളിലൊക്കെ ഒരുപോലെ ഒളിഞ്ഞിരിക്കുന്ന ഒരാഗ്രഹമുണ്ട്. എനിക്കൊരു മഹത്തായ ജീവിതം വേണം. എന്റെ ജീവിതം മറ്റൊരാളുടെ ജീവിതത്തെ ഒന്ന് തൊടണം. എന്റെ കാരണം ലോകത്ത് ചെറിയെങ്കിലും മാറ്റമുണ്ടാകണം എന്ന ആഗ്രഹം. ഇത് വെറും ആംബിഷൻ മാത്രമല്ല, ഇത് ദൈവം തന്നിട്ടുള്ള ഒരു ചെറിയ തീപ്പൊരിയാണ്. ദൈവം നമ്മെ തള്ളിച്ചിരിക്കാനുള്ള സാധാരണ ജീവിതത്തിനല്ല സൃഷ്ടിച്ചത്, അവന്റെ മഹത്വം പ്രതിഫലിപ്പിക്കുന്ന അർത്ഥവത്തായ ജീവിതത്തിനാണ്. പക്ഷേ ചോദ്യമിത്, ദൈവത്തിന്റെ കണ്ണിൽ ശരിയായ മഹത്വമെന്താണ്? മത്തായി 23-ാം അധ്യായത്തിൽ യേശു നമുക്ക് നേരെ ഉത്തരമുണ്ട്. അവൻ ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും കപടത തുറന്നു കാണിക്കുന്നു. വിരുന്നുകളിൽ മുന്നിരിപ്പ്, സഭകളിൽ ബെസ്റ്റ് സീറ്റ്, റബ്ബി എന്ന് വിളിക്കപ്പെടുന്ന ടൈറ്റിൽസ്, ഇവയെല്ലാം അവർക്കിഷ്ടം. അപ്പോൾ യേശു ഒരു വാചകത്തിൽ മുഴുവൻ സ്കെയിലും മറിച്ചിടുന്നു. നിങ്ങളിൽ ഏറ്റവും വലിയവൻ നിങ്ങളുടെ ശുശ്രൂഷകാരനാകണം. തന്നെത്താൻ ഉയർത്തുന്നവൻ എല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവൻ എല്ലാം ഉയർത്തപ്പെടും. നമ്മെ ജ്വലിപ്പിക്കുന്നതിനല്ല യേശു വന്നത്, അവൻ സേവിക്കുവാനെന്ന് അറിയിക്കാനാണ്. ഇത് നമുക്ക് ഫീലാവാൻ ഒരു ചെറിയ സീൻ ഇമാജിൻ ചെയ്യൂ. ഒരു വലിയ ബസാർ, കൂട്ടം, കുരുക്ക്, ശബ്ദം. അതിനിടയിൽ ചെറുപ്പക്കാരൻ ഒരു കുട്ടി. അമ്മയും അപ്പന്റെയും തൈ വിട്ടുപോയി, വഴിതെറ്റി, കയ്യിൽ പണമില്ല, കണ്ണുനീരൊഴുകി ആളുകളുടെ തിരക്കിൽ ഞാൻ ഇല്ലാത്തവനാണ് എന്ന് തോന്നുന്ന അവസ്ഥ. എല്ലാവരും ബിസി, ആർക്കും സമയമില്ല. അപ്പോൾ ഒരാൾ മാത്രം അതേ ക്രൗഡിലൂടെ ഈ കുട്ടിയെ കാണുന്നു. മുഖം നോക്കിയാൽ പണികൊണ്ട് കഠിനമായ കൈകൾ, സാധാരണ ഡ്രസ്, പക്ഷേ കണ്ണിൽ കരുണ. അവൻ അടുത്തു വരുന്നു, സ്നേഹത്തോടെ ചോദിക്കുന്നു, എവിടത്താണ് വീട്? ഒരു ചെറിയ ഭക്ഷണം വാങ്ങിക്കൊടുക്കുന്നു. നമ്മളായിരുന്നെങ്കിൽ ട്രിവിയൽ എന്ന് തോന്നുന്ന സഹായം, പക്ഷേ അപ്പോൾ ആ കുഞ്ഞിന് അത് ജീവനായിത്തീരുന്നു. വരേണ്ടവർ വരുന്നതുവരെ ഇടവിടാതെ കൂടെയിരുന്നു. ഹെൽപ്പ് എത്തുമ്പോൾ അവൻ തിരികെ ക്രൗഡിലേക്ക് ഒളിഞ്ഞുപോയി. പേരൊന്നും അറിയില്ല, ആളാരെന്നും ഓർമ്മയില്ല. പക്ഷേ ആ നോയ്സ് നിറഞ്ഞ മാർക്കറ്റിൽ ഒരു സിമ്പിൾ സർവീസ്, ഒരു കുട്ടിയുടെ ഡിഗ്നിറ്റി തിരികെ കൊടുത്തു. വർഷങ്ങൾ കഴിഞ്ഞാലും ആ നന്ദി അകത്തൊന്ന് തങ്ങിക്കൊണ്ടിരിക്കും. അവൻ പിന്നീട് മറ്റൊരാൾക്ക് ചെയ്യാൻ പോകുന്ന ഏതു സ്നേഹപ്രവർത്തനത്തിലും ആ അൺനോൺ അങ്കിളിന്റെ ചായമുണ്ടാകും. ഇതാണ് ഹംബിൾ സേവനത്തിന്റെ സ്റ്റൈൽ. മാടമൊന്നും കിട്ടാറില്ല, പക്ഷേ റിപ്പിൾ ഇഫക്റ്റ് വലിയതാണ്. മറ്റൊരു കഥ ഒരു അമേരിക്കയിലെ ബിസിനസ്സുകാരനെക്കുറിച്ച്. ആൾ കടബാധ്യതയിൽ കുഴഞ്ഞ് ഒടുക്കം ഗിവപ്പ് ചെയ്യാനൊരുങ്ങി ഒരു പാർക്കിൽ ഒറ്റയ്ക്കിരിക്കുന്നു. അപ്പോൾ ഒരു വയോധികൻ അടുത്തുവന്നു. അവൻ പറഞ്ഞ മുഴുവൻ കഷ്ടതയും ശാന്തമായി കേൾക്കൂ. അവസാനം ഒരു വലിയ എമൗണ്ടിന് ഒരു ചെക്ക് എഴുതി ഒരു പ്രസിദ്ധ കോടീശ്വരന്റെ പേരൊപ്പിട്ടുകൊടുത്തു. ഇത് കയ്യിലെടുത്തോളൂ, 1 വർഷം കഴിഞ്ഞിട്ടും നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ പോയി ക്യാഷ് ചെയ്യൂ. അതുവരെ വേണ്ടി കഷ്ടപ്പെട്ട് വീണ്ടും ശ്രമിക്കുക. ബിസിനസ്സുകാരൻ വീട്ടിൽ ചെന്നു. ചെക്ക് ലോക്കറിലിട്ടു. ഒരിക്കലും ക്യാഷ് ചെയ്തില്ല. പക്ഷേ ഒന്നാണ് ചേഞ്ചായത്. അവസാനിച്ചു പോയിരുന്ന പ്രതീക്ഷ തിരികെ തിരിഞ്ഞുവന്നു. എനിക്ക് ഹെൽപ്പ് കിട്ടുമെന്ന വിശ്വാസം അവന്റെ അകത്തു പുതിയ ധൈര്യം നൽകി. കൈകൊള്ളുന്നവരോട് സംസാരിച്ചു, പണി പുതുക്കിപ്പിടിച്ചു, ബിസിനസ് റീഓർഗനൈസ് ചെയ്തു. 1 വർഷം കഴിഞ്ഞപ്പോൾ അവൻ സ്റ്റാൻഡിൽ നിന്നിരുന്നു. ഇതിന് താങ്ക്സ് പറയാൻ അവൻ ആ സെയിം പാർക്കിലേക്ക് പോയി. അപ്പോൾ അവനോടടുക്കുമ്പോൾ ഒരു നഴ്സ് ഓടിവന്ന് ആ വൃദ്ധന്റെ കൈപിടിച്ചു. ക്ഷമിക്കണം, ഇവൻ മെന്റൽ ഹോസ്പിറ്റലിൽ നിന്ന് ഒഴിവായി ഇറങ്ങിപ്പോവാറുണ്ട്. ഒഴിവാകുമ്പോഴൊക്കെ ഞാൻ കോടീശ്വരനെന്ന് പറഞ്ഞ് ചെക്ക് എഴുതി കൊടുക്കുമല്ലോ എന്ന് പറഞ്ഞ് അവനെ കൂട്ടിക്കൊണ്ടുപോയി. ബിസിനസ്സുകാരൻ അവിടെ ലിറ്ററലി ഫ്രീസായിപ്പോയി. ആ ചെക്കിന് ഒരിക്കലും യാഥാർത്ഥ്യ വാല്യൂ ഉണ്ടായിരുന്നില്ല. എങ്കിലും അയാളുടെ ജീവിതം ആ 1 വർഷത്തിൽ മുഴുവനായി മാറിയിരുന്നു. വിജയം വന്നതെവിടെ നിന്നാണ്? പണം കൊണ്ടല്ല. എനിക്ക് കഴിയും എന്ന് വീണ്ടും വിശ്വസിച്ച നിമിഷം അവന്റെ ഉള്ളിൽ ഉണർന്ന ധൈര്യവും ശ്രമവുമാണ്. സഹോദരങ്ങളെ, കുറച്ചൊക്കെ ഇങ്ങനെ തന്നെയാണ് നമ്മുടെ ആത്മീയ ജീവിതവും. നമുക്ക് തോന്നാറുണ്ട്, എനിക്ക് വലിയ ചെക്കുകൾ വേണം, സ്ഥാനം, അംഗീകാരം, ടൈറ്റിൽ, അപ്ലോസ്, ഇവയെല്ലാം അപ്പോൾ മാത്രമേ ഞാൻ ഗ്രേറ്റ് ആകൂ. പക്ഷേ ദൈവം മുമ്പേ തന്നിട്ടുണ്ട് നമുക്ക് ഏറ്റവും ആവശ്യമുള്ള ഗിഫ്റ്റുകൾ. ബാപ്റ്റിസത്തിന് നീർക്കുമ്പിളി, പുണ്യോത്മാവിന്റെ ശക്തി, ശുശ്രൂഷകനായ ക്രിസ്തുവിന്റെ മാതൃക. യേശു വളരെ സിമ്പിളായി പറയുന്നു, നിങ്ങളിൽ ഏറ്റവും വലിയവൻ നിങ്ങളുടെ ശുശ്രൂഷകാരനാകണം. നാം ആ വാക്കിൽ വിശ്വാസത്തോടെ സേവനത്തിലേക്ക് കാൽ വയ്ക്കുന്ന നിമിഷം മുതൽ അവൻ നമ്മുടെ ഉള്ളിൽ വിതച്ചിരുന്ന മഹത്വം സ്ലോലി പൂത്തു തുടങ്ങും. വിശുദ്ധന്മാർ ഈ വഴിയുടെ ഫുൾ പിക്ചർ കാണിച്ചു തന്നവരാണ്. അവരിൽ ഒരാൾ വിശുദ്ധ മാക്സിമീലിയൻ കോൾബെ. 2-ാം ലോക മഹായുദ്ധത്തിൽ അവൻ ഓഷ്വിറ്റ്സ് തടങ്കലിൽ 2001 ദിനമിൽ ഒരു തടവുകാരൻ രക്ഷപ്പെട്ടതിന് ശിക്ഷയായി നാസി ഓഫീസർ 10 പേരെ തിരഞ്ഞെടുത്തു, വിശപ്പുകൊണ്ട് കൊല്ലാൻ. അവരിൽ ഒരാൾ ഫ്രാൻസിസ്കറ്റ് ഗയോനിച്ചറ്റ് വിലപിച്ചു, എന്റെ ഭാര്യ, എന്റെ
കുട്ടികൾ. അപ്പോൾ വിസ്മയിപ്പിക്കുന്ന രീതിയിൽ ഒരാൾ ലൈനിൽ നിന്നു മുന്നോട്ടു വന്നു. ഞാനൊരു കത്തോലിക്ക വൈദികൻ, ഇവന്റെ പകരം എന്നെ പോകാൻ അനുവദിക്കൂ എന്ന് മാക്സിമിലിയൻ കോൾവേ പറഞ്ഞു. കമാൻഡർ സമ്മതിച്ചു. കോൾവേ തടവുകാരോടൊപ്പം വിശപ്പിന്റെ ബങ്കറിലേക്ക് പോയി. ഏകദേശം 2 ആഴ്ച അവനവയെ സങ്കീർത്തനമൊക്കെ പറയിച്ച് പ്രാർത്ഥനയിൽ നയിച്ച് ഒന്നൊന്നായി വീഴുമ്പോഴൊക്കെ മറ്റുള്ളവർക്ക് ധൈര്യം കൊടുത്തു. അവസാനം ആ സെല്ലിൽ അവൻ മാത്രമായിരുന്നു ബാക്കിയുണ്ടായിരുന്നത്. അപ്പോൾ അവനെ വിഷസൂചി കുത്തിക്കൊന്നു. ഒരു ടൈറ്റിൽ വേണ്ടെന്ന് വെച്ച് അവിടെ മുന്നോട്ട് വന്നതല്ല, മുൻ സീറ്റ് വേണ്ടെന്നല്ല, അപ്ലോസ് ഒന്നുമില്ല, മറ്റൊരാൾ ജീവിക്കട്ടെ എന്ന ചിന്തയുടെ തന്റെ ജീവൻ ലിറ്ററലി അർപ്പിച്ചു. ലോകത്തിന്റെ കണക്കനുസരിച്ച് അവൻ എല്ലാം നഷ്ടപ്പെട്ടു. ദൈവത്തിന്റെ കണക്കനുസരിച്ച് അവൻ എത്ര വലിയവൻ. തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും. അപ്പോൾ നമ്മളോ ഈ സെർവന്റ് ഹാർട്ട് ഗ്രേറ്റ്നസ് ദിവസേനയുടെ സ്മോൾ ലൈഫിൽ എങ്ങനെയാണ് ജീവിക്കേണ്ടത്? മൊത്തത്തിൽ ആദ്യമായി നോക്കേണ്ടിടം നമ്മുടെ കുടുംബം. അവിടെ ഗ്രേറ്റ്നസ് എന്താകും? തളർന്നിരിക്കുമ്പോഴും കേട്ടു നിൽക്കാനുള്ള സഹിഷ്ണുത, കോപം വളരുമ്പോൾ കത്തിപ്പറയാതെ നാവ് പിടിച്ചു നിൽക്കുന്ന തീരുമാനം, ആരും കാണാതെ ചെറിയ ജോലി സൈലന്റായി ചെയ്യുക. ഓഫീസിലോ വിദ്യാലയത്തിലോ ഗ്രേറ്റ്നസ് ഇങ്ങനെയും കാണാം. മറ്റൊരാൾക്ക് ഷൈൻ ചെയ്യാൻ ചാൻസ് കൊടുത്തിട്ട് ക്രെഡിറ്റ് പിടിക്കാതെ നിൽക്കുക. മണ്ടത്തരം കേൾക്കുന്ന ഒരാളുടെ പക്ഷം നിശബ്ദമായി നിൽക്കുക. ഇവിടെ ആരും നോക്കുന്നില്ല, എന്നിട്ടും നീതിയോടെ പണി ചെയ്യുക. പരീക്ഷയിൽ ഗ്രേറ്റ്നസ് പലപ്പോഴും ഏറ്റവും സിമ്പിളായ ജനങ്ങളുടെ ജീവിതത്തിലാണ്. അലറാതെ നേരത്തെ എത്തി സജ്ജീകരണം നടത്തുന്നവർ, വൃത്തിയാക്കുന്നവർ, കസേരകൾ ക്രമീകരിക്കുന്നവർ, രോഗികളെ സന്ദർശിക്കുന്നവർ, ഒരാളും അറിയാതെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ. മൈക്കിന് മുന്നിൽ നിൽക്കുന്നതാവണമെന്നില്ല, പക്ഷേ സ്വർഗത്തിൽ അവരുടെ പേര് ബോൾഡായി എഴുതി കിടക്കുന്നു. അതുകൊണ്ട് ഈ ആഴ്ച ഒരു ചെറിയ റിസോൾവ് എടുക്കാമോ? ഓരോ ദിവസവും ഒരു മറഞ്ഞ സ്നേഹപ്രവൃത്തി, മറ്റാരും അറിയേണ്ടതില്ല. നിന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്നവർക്കായി ഒന്ന് നിർബന്ധിച്ച് പ്രാർത്ഥിക്കുക. ക്ഷമ നൽകുമ്പോൾ ഞാൻ നിന്നെ എത്ര ഫോർഗീവ് ചെയ്തു എന്ന് സ്പീച്ച് കൂടാതെ സ്ട്രെയിറ്റ് ആയി വിടുക. ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരാൾക്ക് ഒരു മെസ്സേജ് അയക്കുക. ഒരു ചെറിയ ഗിഫ്റ്റ്, ഒരു ഉറപ്പ് നൽകിയ വാക്ക് സീക്രട്ടായി. ഇവ നമ്മുടെ ചെറു റാൻസംസ്. അനേകരെ വീണ്ടെടുക്കുവാൻ ജീവൻ കൊടുത്ത കർത്താവിന്റെ പാതയിൽ നടക്കാൻ നമ്മൾ കൊടുക്കുന്ന ചെറുവിലകൾ. അവസാനം അവൻ വഴിതെറ്റിയ ആ കുട്ടിയുടെ നിശബ്ദ നന്ദി വർഷങ്ങളായി അകത്തു വളർന്നതുപോലെ അവൻ ഹെൽപ്പ് കിട്ടുമെന്ന് വിശ്വസിച്ച ബിസിനസ്സുകാരന്റെ ഉള്ളിൽ താമസിച്ചിരുന്ന ശക്തി സ്ലോലി പുറത്തു വന്നതുപോലെ അങ്ങനെ തന്നെയാണ് സേവനത്തിലൂടെ ക്രിസ്തുവിന്റെ മഹത്വം നമ്മിലുള്ളത് പുറത്തുവരുന്നത്. ഇത് പുറത്തെ പൊസിഷൻ ചേഞ്ച് അല്ല, ഇത് ഉള്ളിലെ മാറ്റം. അവന്റെ രൂപം നമ്മിൽ സ്ലോലി രൂപപ്പെടുന്ന പ്രക്രിയ. ലോകം കയ്യടി താഴ്ത്തിരിക്കും, പക്ഷേ രഹസ്യത്തിൽ കാണുന്ന പിതാവ് ചിരിച്ചുകൊണ്ടിരിക്കും. യേശു നമ്മുടെ ലൈഫിലുള്ള ഗ്രേറ്റ്നസ് എന്ന വാക്കിന്റെ ഡെഫിനിഷൻ ചേഞ്ച് ചെയ്യട്ടെ. മറ്റുള്ളവരുടെ മുകളിൽ ഇരിക്കുകയല്ല, അവരുടെ കാൽക്കൽ കുന്നിന് അവരെ ഉയർത്തുക. ഒരു ദിവസം അവൻ നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ പറയട്ടെ, നീ വെരി സക്സസ്ഫുൾ ആയിരുന്നുവേ എന്നല്ല, നീ സേവിച്ചു, നീ സ്നേഹിച്ചു, നീ എന്നെപ്പോലെയായി. ഇരുവരും ആമേൻ.